അബ്ദുൽ ജബ്ബാർ, ഒരു യുവതി ഒരു പുരുഷനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് അവരുടെ ഇടയിലേക്ക് എത്താനും അതിൽ ഇടപെടാനുമുള്ള എന്ത് സാഹചര്യവും ഉത്തരവാദിത്വവുമായിരുന്നു ഇപ്പോൾ പിടിയിലായിട്ടുള്ള SDPI പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നത്? ഈ ചർച്ചയുടെ തുടക്കം കുറിച്ചുകൊണ്ട് തന്നെ അഭിലാഷ് പറഞ്ഞത് SDPIയുടെ സദാചാര കൊലയെന്നാണ്. താങ്കൾ ആ പദം പിൻവലിക്കുകയാണ് വേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്നത് മാധ്യമ വിചാരണയും പോലീസ് വിചാരണയുമാണ്. ഇവിടെ മറ്റ് നീതിന്യായ സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. പോലീസ് വിചാരണയും മാധ്യമ വിചാരണയും അല്ലല്ലോ ഒരു വിഷയത്തിൽ നടക്കേണ്ടത്. വിചാരണയാണ് നടക്കേണ്ടത്. ഏതെങ്കിലും സംഘടനയോ ആൾക്കൂട്ടമോ അല്ല വിചാരണയും നടത്തേണ്ടത്. ഞാനത് യെസ് തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾ പറഞ്ഞതിന് അംഗീകരിച്ചുകൊണ്ടാണ് പറയുന്നത്. 3 കുട്ടികളുടെ മാതാവായ ഒരു സ്ത്രീ, ഭർത്തൃമതിയായ ഒരു സ്ത്രീ, രക്ഷിതാക്കളുടെ ഏക പെൺമകളാണ് ആ സ്ത്രീ. അവരുടെ മരണത്തിൽ ഞങ്ങൾ ആ കുടുംബത്തിൻ്റെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുകയാണ്. അതോടൊപ്പം തന്നെ ഇതെന്തർത്ഥത്തിലാണ് SDPIയുടെ തലയിൽ കെട്ടിവെക്കുന്നത്? ആരാണ് ഇതിൽ പരാതിക്കാർ? SDPI വിചാരണ നടത്തി എന്ന് പറയുന്നത് ആരാണ്? പോലീസുകാർ പറഞ്ഞു SDPI വിചാരണ നടത്തിയെന്ന്. 3 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ റസീന പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ പേരുകൾ എന്നത് SDPI പ്രവർത്തകരുടെ പേരുകൾ ആണ്. അവരാണ് മരണത്തിന് ഉത്തരവാദി എന്ന് കൃത്യമായി പറയുന്ന, ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് താൻ ആത്മഹത്യ ചെയ്തത് എന്ന് പറയുന്ന കൃത്യമായ കുറിപ്പ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വ്യക്തമായ തെളിവുകൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് പോലീസിന്റെ പ്രതികരണവുമുണ്ട്. നിങ്ങളോട് ആരാ പറഞ്ഞത് അഭിലാഷേ? പോലീസിന് അങ്ങനെ ഒരു കുറിപ്പ് കിട്ടി, ആ കുറിപ്പിൽ SDPIയുടെ പ്രവർത്തകരെ പേരെഴുതി വെച്ചെന്ന് ആരാ പറഞ്ഞത്? അറിയാമോ അവരെ? ഞാൻ പറയുന്നത് കേട്ടാലല്ലേ നിങ്ങൾ പറയുന്നതിന് മുഴുവൻ മറുപടി പറയാൻ കഴിയും. അല്ല, എന്നോട് ചോദിച്ചു മനസ്സിലാക്കേണ്ടത് 3 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ 3 ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ 3 ആളുകളും ഈ പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. പെൺകുട്ടിയുടെ മാതാവ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിട്ട് എന്താണ് പറഞ്ഞത്? അവരെന്റെ മക്കളാണ്, അവർ നിരപരാധികളാണ്, അവരെ അറസ്റ്റ് ചെയ്തത് ശരിയല്ലെന്നാണ് പറഞ്ഞത്. ഇന്ന് പെൺകുട്ടിയുടെ മാതാവ് തലശ്ശേരി ACPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിനെതിരായിട്ടുള്ള പരാതി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അറിയോ അത്? എന്തിനാണ് ഈ വിഷയത്തിൽ അനാവശ്യമായി SDPI വലിച്ചെടുക്കുന്നത്? SDPI എങ്ങനെ ഇതിൽ പ്രതി ചേർക്കപ്പെടുക? ഈ കുടുംബത്തിലെ നിരപരാധികളാണ് എന്ന തരത്തിൽ പോലീസിന് വിവരങ്ങൾ നൽകിയിട്ടുണ്ടോ എന്ന് താങ്കൾക്ക് വ്യക്തമായ ബോധ്യമുണ്ടോ? ഇന്നലെ ഇവിടുത്തെ കേരളത്തിലെ മലയാള മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തിട്ടുണ്ട്. ആ സ്ത്രീ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അതിൽ വളരെ താങ്കൾ എന്തുകൊണ്ടാണ് ഉമ്മയുടെ മാത്രം വാക്കുകൾ കേട്ടത്? ഉപ്പയുടെ വാക്കുകൾ താങ്കൾ കേട്ടില്ലേ? പിതാവിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. പിതാവിന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, ഇതിലെ ഒരു സദാചാര ഗുണ്ടായിസം എന്ന് ആരോപിക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. താങ്കൾക്ക് കേൾക്കുന്നതിന് വേണ്ടി എന്താണ് SDPIയെ കുറിച്ച് അടക്കം പറഞ്ഞത് എന്നുള്ള ആ പിതാവിന്റെ ഒരു പ്രതികരണമുണ്ട്. നമുക്കതൊന്ന് കേട്ട ശേഷം തുടരാം. താങ്കൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരുമല്ലോ. അതെ, അത് അവരുടെ ആൾക്കാർ വന്നു. അപ്പോൾ അവരുടെ ആൾക്കാർ വന്നപ്പോൾ അവൻ്റെ ബ്രദർ, വേറെ ആരോ ഒരു സുഹൃത്ത്, അവിടുത്തെ ഒരു വാർഡ് മെമ്പർ, ഇവരൊക്കെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. എനിക്കാരെയും അറിയത്തില്ല. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു. ഞാൻ പള്ളിൻ്റെ അടുത്ത് വന്നപ്പോൾ അവർ കൈകാട്ടി വിളിച്ചു, ഇങ്ങ് വാന്ന് പറഞ്ഞു. അപ്പോൾ SDPI ഓഫീസ്. അപ്പോൾ എനിക്ക് അത്ര ഒരു സുഖകരമായിട്ട് തോന്നില്ല. അവിടെ കുറേ പിള്ളേരും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് അവർ പ്രശ്നങ്ങൾ തീർക്കേണ്ടത്. അതിലുള്ളൊരു മനസ്സിലായി. അതുകൊണ്ടായിരിക്കും എൻ്റെ മാനസിക വിഷമത്തിലായിരിക്കും അവൾ പോയത്. അതെ. യെസ്, താങ്കൾ കേട്ട് കാണുമെന്ന് കരുതുകയാണ്. ഇങ്ങനെയാണോ വിഷയത്തിൽ ഇടപെടേണ്ടത്? എന്തിനാണ് ഇടപെട്ടത് എന്ന ആ ചോദ്യത്തിന് മറുപടി താങ്കളാണ് നൽകേണ്ടത്. ആ ചോദ്യമാണ് ഞാൻ താങ്കളോടും ചോദിച്ചത്. റസീന എന്ന ഒരു സ്ത്രീ ആ റസീനയുടെ സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് SDPIയുടെ പ്രവർത്തകർ ആ വിഷയത്തിൽ ഇടപെട്ടത്? എന്തിനാണ് റസീനയുടെ ബന്ധുക്കളെ SDPIയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയത്? ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ. ഈ SDPI പ്രവർത്തകരും ഞാൻ ആവർത്തിച്ച് താങ്കളോട് പറഞ്ഞു, ആ 3 പേരും
അവരുടെ ഏറ്റവും അടുത്ത കുടുംബ ബന്ധത്തിലുള്ള ആളുകളാണ്. ഇനി ആ SDP ഓഫീസിൽ പങ്കെടുത്ത ആളുകൾ ആരൊക്കെയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്? നിങ്ങൾ ഈ വിചാരണ, സദാചാര വിചാരണ എന്നൊക്കെ പറയും, ആരൊക്കെയാണ് പങ്കെടുത്തത്? ഒന്ന് മഹമ്മൂദ്. ആരാണ് മഹമ്മൂദ്? ഈ പെൺകുട്ടിയുടെ പിതാവാണ് മഹമ്മൂദ്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. മറ്റൊന്ന് മഹറൂഫാണ്, അത് ഈ പെൺകുട്ടിയുടെ പിതാവിൻ്റെ സഹോദരനാണ്. മറ്റൊന്ന് പെൺകുട്ടിയുടെ നേരെ സഹോദരൻ റെന്നാണ്. മറ്റൊരാൾ TP മുസ്തഫയാണ്, അദ്ദേഹം ധർമ്മട മണ്ഡലത്തിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, മുസ്ലിം ലീഗിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. റഹീസ്, ഈ ആൺ സുഹൃത്ത്. അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, കൊളച്ചേരിയിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, കോൺഗ്രസിൻ്റെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അഷ്റഫ്. മറ്റൊരാൾ നൗഷാദ്. ആരാണത്? ഈ ആൺ സുഹൃത്തിൻ്റെ സഹോദരനാണ്. ഇങ്ങനെ നാട്ടിലുള്ള പള്ളി കമ്മിറ്റിയുടെ ആളുകൾ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ, പൊതുപ്രവർത്തകർ, ഇവർ ഓഫീസിൽ കൂടിയിരുന്ന ഒരു വിഷയം ചർച്ച ചെയ്ത് ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വിചാരണയെന്ന് ആരാണ് പറയുന്നത്? നിങ്ങളുടെ പരാതിക്കാരൻ അല്ലെങ്കിൽ പരാതിക്കാരി? അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ ആൺ സുഹൃത്തിന്റെ കുടുംബാംഗങ്ങളെ ക്ഷണിച്ചതാരാ ഈ ചർച്ചയിലേക്ക്? SDP ആണോ ക്ഷണിച്ചത്? അത് ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ വാപ്പാന്റെ പിതാവിന്റെ നേരെ അനുജനാണ് വിളിക്കുന്നത്, മറ്റവരെയൊക്കെ വിളിച്ചു വരുത്തുന്നത്. അവിടെ സംഭവിച്ചെന്താണ്? ഈ പെൺകുട്ടികളെ കുടുംബാംഗങ്ങളായ 3 പ്രവർത്തകർ, അവർ SDP പ്രവർത്തകരാണ്, അത് ഞങ്ങൾ അഡ്രസ് ചെയ്യുന്നു. അവർ SDP പ്രവർത്തകർ തന്നെയാണ്. പാർട്ടി ഓഫീസിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നു. സാധാരണ ഇതിൽ പാർട്ടി ഓഫീസിൽ ഡിസ്കഷൻ ഓഫീസുകളിൽ ചർച്ച ചോദിക്കുന്നത് റസീനയുമായി ബന്ധപ്പെട്ട ചർച്ചയല്ലേ അവിടെ നടന്നത്? തീർച്ചയായിട്ടും റസീന SDP-ക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരാതി നൽകിയിട്ടും? അതുകൊണ്ടല്ലേ റസീനയുടെ പിതാവും റസീനയുടെ പിതാവിന്റെ സഹോദരനൊക്കെ അതിൽ പങ്കെടുക്കുന്നത്? അതുകൊണ്ടാണല്ലോ. അല്ലല്ലോ, റസീനയുടെ പിതാവ് എപ്പോൾ പങ്കെടുത്തു എന്നുള്ളതല്ല എന്റെ ചോദ്യം. റസീനയുടെ പിതാവ് SDP-ക്ക് എന്ത് പരാതിയാണ് നൽകിയത്? ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ് പിതാവ്. SDP-ക്ക് ഔദ്യോഗികമായി എന്തിന് പരാതി കിട്ടണോ? അവിടെയാണ് ചോദ്യം സുഹൃത്തെ. SDP-ക്ക് പരാതി ലഭിക്കാതെ നാട്ടിലെ കാര്യങ്ങളിൽ സ്ത്രീയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാൻ എന്ത് അധികാരമാണുള്ളത്? ഞാൻ പറയുന്നത് അവർ SDP പ്രവർത്തകർ, അത് ഞാൻ പറഞ്ഞുതരാം അഭിലാഷ്, ഞാൻ പറയുന്നു കേൾക്ക്. ശരി. അതായത് റഫ്നാസ് അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാള്. ആരാണ് റഫ്നാസ്? റഫ്നാസ് ഈ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ ഉമ്മയുടെ അനുജത്തിയുടെ മകനാണ്. മറ്റൊന്ന് ഫൈസൽ എന്ന് പറയുന്നത് അനുജത്തിയുടെ മകളുടെ ഭർത്താവാണ്. മറ്റൊന്ന് അവരുടെ കാരണവരുടെ മകനാണ് മുബഷിർ. ഇവരുടെ കുടുംബാംഗങ്ങൾ ഇടപെട്ട ഒരു വിഷയം നിങ്ങൾ എന്തിനാണ് പാർട്ടിയുടെ തലയിലേക്ക് കുടുംബാംഗങ്ങൾ ഇടപെട്ടു? ഓഫീസിലാണോ അത്തരത്തിലൊരു ചർച്ച നടക്കേണ്ടത്? ശ്രീ അബ്ദുൽ ജബ്ബാർ, എന്റെ ചോദ്യം താങ്കൾക്ക് ബോധ്യപ്പെടുന്നില്ല. എന്റെ ചോദ്യം എന്താണ് ഈ വിഷയത്തിൽ SDP-യുടെ ഉത്തരവാദിത്തം വളരെ ലളിതമായി പറഞ്ഞാൽ മതി. എന്തായിരുന്നു SDP-യുടെ ഉത്തരവാദിത്തം? റസീന എന്ന പെൺകുട്ടിക്ക് എന്ത് പരാതിയാണ് ഉണ്ടായിരുന്നത്? ആ പരാതിയിന്മേൽ എന്ത് ഇടപെടലാണ് SDP നടത്തിയത്? ഇപ്പോഴും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഞാൻ പറയുന്നത് ഈ വേങ്ങാട് പ്രദേശത്ത്, പറമ്പായി എന്ന് പറയുന്ന പ്രദേശത്ത് ഞങ്ങളുടെ ഓഫീസിൽ സാമൂഹ്യ പ്രവർത്തകരായ രാഷ്ട്രീയ പ്രവർത്തകരായ ആളുകൾ കൂടിയിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചുവോ? ഇവരാരെങ്കിലും ഞങ്ങൾ വിളിച്ചിട്ട് വന്നതാണോ? അവർക്ക് ഇരിക്കാൻ ഒരിടം കൊടുത്തു എന്നുള്ളത് കൊണ്ട് അത് വിചാരണ നടത്തിയത് SDP ആണെന്ന് നിങ്ങൾ കുറ്റപ്പെടുത്തലാണോ? എങ്ങനെ SDP-യുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം വേണമെങ്കിൽ താങ്കളെ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. താങ്കൾ ഒന്നുകൂടി കേട്ടുകൊള്ളൂ, ഒന്നുകൂടി ശ്രദ്ധിച്ച് കേട്ടുകൊള്ളൂ. ഒരിക്കൽ കൂടി അത് പ്ലേ ചെയ്യാം. അത് അവരുടെ ആൾക്കാർ വന്നു. അപ്പോൾ അവരുടെ ആൾക്കാർ വന്നപ്പോൾ അവൻ്റെ ബ്രദറ്, വേറെ ആരോ ഒരു സുഹൃത്ത്, അവിടുത്തെ ഒരു വാർഡ് മെമ്പർ, ഇവരൊക്കെയാണ് വന്നതെന്നാണ് പറഞ്ഞത്. എനിക്കാരെയും അറിയത്തില്ല. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് വാന്ന് പറഞ്ഞു. ഞാൻ പള്ളിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അവർ കൈകാട്ടി വിളിച്ചു, ഇങ്ങ് വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ SDP ഓഫീസ്. അപ്പോൾ എനിക്ക് അത്ര ഒരു സുഖകരമായിട്ട് തോന്നില്ല. അവിടെ കുറേ പിള്ളേരും ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് അവർ പ്രശ്നങ്ങൾ തീർക്കേണ്ടത്. അതിലുള്ളൊരു മനസ്സിലാവും. അതുകൊണ്ടായിരിക്കും എൻ്റെ മാനസിക വിഷമത്തിലായിരിക്കും അവൾ പോയത്. ഇതിലെവിടെയും ഞാൻ ഈ SDP-യോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടു എന്നൊന്നും കേൾക്കുന്നില്ല. അവർ വിളിച്ചു, അവിടേക്ക് ചെന്നു, എനിക്കതിൽ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലാണ് ഈ പ്രതികരണം ഞാൻ കേട്ടത്. അവരെന്നല്ല പറയുന്നത്. അവർ ആരാണ്?
അവരുടെ കുടുംബാംഗങ്ങളാണെന്നേ, അവരുടെ ഉമ്മയുടെ അനുജത്തിന്റെ മകൻ, നേരത്തെ പറഞ്ഞത് അനുജത്തിയുടെ മകളുടെ ഭർത്താവ്. ഓഫീസിലേക്ക് അത് ഇവരെത്തി അവർന്ന് പറഞ്ഞാൽ കുടുംബാംഗങ്ങളില്ലേ? എന്തിനാണ് അവര് പിതാവ് വിളിച്ചുകൊണ്ടായിരിക്കും വന്നത്, വന്നിട്ടുണ്ടാവുക. എന്തിനാണ് അനുജൻ വന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചിരുന്നു. അതായത് അവർ പിതാവ് അടക്കം അവരുടെ താല്പര്യാർത്ഥം അവിടെ എത്തിയപ്പോൾ പാർട്ടി ഇടപെടുകയാണ് ഉണ്ടായത് എന്ന മട്ടിലാണ് താങ്കൾ സംസാരിച്ചത്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഈ ആളുകൾ മുഴുവൻ അവരുടെ കുടുംബാംഗങ്ങളാണ്. അവരുടെ കുടുംബാംഗങ്ങൾ SDPI ഓഫീസിൽ കൂടിയിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ നിങ്ങൾ SDPIയുടെ മേലെ കുതിര കയറുന്നതിനാണ്. ആ കുടുംബാംഗങ്ങളല്ലാത്ത SDPIയുടെ ഔദ്യോഗിക ഭാരവാഹികൾ ആരെങ്കിലും ഈ വിഷയത്തിൽ മധ്യസ്ഥം വഹിച്ചിട്ടുണ്ടോ, ചെയർ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? ഇതിലെങ്ങനെയാണ് കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർ വരുന്നത്, എങ്ങനെയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാവ് വരുന്നത്? നിങ്ങൾ ആലോചിക്കേണ്ടിയില്ലേ? അങ്ങനെ സാധാരണഗതിയിൽ നാട്ടിലൊരു വിചാരണ നടക്കാറുണ്ടോ? പാർട്ടി പ്രശ്നം പരിഹരിക്കാറില്ലേ? അതൊക്കെ സാധാരണ പൊതുപ്രവർത്തകർ ചെയ്യുന്ന വിഷയമല്ലേ? ഈ ആത്മഹത്യാക്കുറിപ്പിൽ പേരുണ്ടെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? പോലീസ് പറഞ്ഞു. ആത്മഹത്യാക്കുറിപ്പിൽ പേര് എന്തിനാണ് ആ 3 പേരെ അറസ്റ്റ് ചെയ്തത്? ഈ അറസ്റ്റിന് ശേഷം പോലീസിന്റെ വാർത്താ സമ്മേളനം എന്താണ്? അതാണ് ഞാൻ പറയുന്നത്. ഈ മാതാവിന്റെ വാർത്താ സമ്മേളനം നടക്കുന്ന എപ്പോഴാ? ഇന്നലെയല്ലേ? അറസ്റ്റിന് ശേഷം മാതാവ് പറയാണ്, പെൺകുട്ടിയുടെ മാതാവാണ് പറയുന്നത്, ഇവർ നിരപരാധികളാണ്, അവർ എൻ്റെ മക്കളാണ്, കുറ്റവാളി അവരല്ല. താങ്കൾക്കൊന്ന് പറയാമോ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് അറസ്റ്റ് ചെയ്ത്? വെറുതെ കണ്ട 3 പേരെ പോലീസ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ഈ വിഷയത്തിൽ വളരെ കൃത്യമാണ് അഭിലാഷ, വളരെ കൃത്യമാണ്. ഈ വിഷയത്തിൽ CPIMന്റെ ഇടപെടൽ നടന്നിട്ടുണ്ട്. പോലീസ് എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ മർദ്ദനോപകരണം കൂടിയാണ്. പോലീസ് ഭരണകൂടത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് പലരും പോലീസുകാരിൽ. CPIM ഇടപെട്ടു എന്നുള്ളതിന് ഞങ്ങൾക്ക് തെളിവ് പറയാനുള്ളത്, ഈ വിഷയം ഉണ്ടായപ്പോൾ അന്വേഷണം നടക്കുമ്പോൾ തന്നെ നമ്മുടെ ശ്രീമതി ടീച്ചർ, മുൻ MP ശ്രീമതി ടീച്ചർ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അവർ പറഞ്ഞ വർത്താനം കേട്ടില്ലേ? എന്തിനാണ് ഞങ്ങളുടെ മേലെ കുതിര കയറുന്നത്? ഈ കുടുംബക്കാരല്ലാത്ത പുറത്തുനിന്ന് ആരാ ഈ വിഷയത്തിൽ ഇടപെട്ടത്? ഒരു പാർട്ടി ഓഫീസിൽ ഒരു മധ്യസ്ഥ ചർച്ച നടന്നാൽ അത് വിചാരണയാവുമോ? അതിൽ SDPIന്റെ മേലെ എന്തിനാണ് നിങ്ങൾ കുതിര കയറുന്നത്? ഈ മാധ്യമ വിചാരണ കുടുംബക്കാരാണെങ്കിൽ കുടുംബപരമായി തീർക്കാവുന്ന വിഷയമാണ്. അവർ ബന്ധുക്കളായിരിക്കാം എന്നതിലൊന്നും എതിർപ്പുകളോ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളോ ഇല്ല. പക്ഷേ അവർ ആ പാർട്ടിയുടെ ലേബലിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ആ പാർട്ടിയുടെ ലേബലിൽ നിൽക്കുമ്പോൾ SDPIക്ക് ഉത്തരവാദിത്തമുണ്ട്. ഒരു സ്ത്രീയുടെ മരണത്തിലേക്ക് നയിക്കുന്ന തരത്തിലല്ല പാർട്ടി ഇടപെടേണ്ടത്. അതുകൊണ്ടാണ് സാർ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അതെങ്ങനെയാണ് കുടുംബത്തിലെ ആളുകൾ ചർച്ച ചെയ്ത് പുറത്തുനിന്ന് ഒരാൾ പോലും ഇടപെടാതെ ചർച്ച ഒരു ഓഫീസിൽ നടന്നാൽ പാർട്ടി എങ്ങനെ ഉത്തരവാദിയാവും? നിങ്ങൾ എന്താണ് പറയുന്നത്? എന്തിനാണ് ആ പാർട്ടി SDPIയുടെ ഓഫീസ് തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് SDPI നിങ്ങൾ കുടുംബകാര്യം അവിടെ പരിഗണിക്കൂ, അതിനുള്ളതല്ല ഈ പാർട്ടി എന്ന് പറയാത്തത്? സാധാരണഗതിയിൽ നിങ്ങൾ നാട്ടിലൊക്കെ സാധാരണ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഓഫീസുകളിൽ തർക്കങ്ങൾ പരിഹരിക്കാറില്ലേ? വഴി തർക്കങ്ങൾ പരിഹരിക്കാറില്ലേ? റോഡ് തർക്കങ്ങൾ പരിഹരിക്കാറില്ലേ? സാമ്പത്തിക തർക്കങ്ങൾ പരിഹരിക്കുക. പൊതുപ്രവർത്തകർ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുപ്രവർത്തകർ പൊതുജനങ്ങളുടെ നാടിൻ്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. സാധാരണ അതൊക്കെ കഴിഞ്ഞാണ് ആളുകൾ കോടതി നടപടികളിലേക്കും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുക. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ഈ സംഭവം ഉണ്ടായപ്പോൾ ആ കുടുംബാംഗങ്ങൾ ഈ ഓഫീസിനകത്ത് താങ്കൾ പറയുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്ന ആ സംഭവം എന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ആ സംഭവം എന്താണെന്ന് ഇന്ന് ACPക്ക് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്ത പെൺകുട്ടിയുടെ മാതാവ് പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ആ സ്ത്രീയുടെ 1.5 ലക്ഷം രൂപ, 20 പവൻ സ്വർണം, ഇത് ആൺ സുഹൃത്ത് പ്രണയം നടിച്ച് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്നൊരു പരാതി ഇന്ന് ആ മകള് മരിക്കുന്നതിന് മുമ്പ് മാതാവിനോട് പറഞ്ഞതായിട്ട് ACPക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടി, നമ്മുടെ ആളുകൾക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി SDPക്ക് വേണ്ടി സംസാരിക്കില്ലല്ലോ. എന്റെ ചോദ്യം താങ്കൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഞാൻ ലളിതമായാണ് ചോദിക്കുന്നത്. താങ്കൾ പറഞ്ഞു ആ പരാതി എന്താണെന്നുള്ളത് SP ഓഫീസിൽ ലഭിച്ച പരാതിയിൽ നിന്ന് മനസ്സിലാകുമെന്ന്. SDPIക്ക് ഇങ്ങനെ ഒരു പരാതി ലഭിച്ചോ? അങ്ങനെ ഒരു പരാതി അവർക്കുണ്ട് എന്ന് ആ ചർച്ചയിൽ പങ്കെടുത്ത ആളുകൾ വ്യക്തമാക്കിയതാണ്. പാർട്ടിക്ക് ഔദ്യോഗികമായി അങ്ങനെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല. പാർട്ടിക്ക് കിട്ടിയ പരാതിയല്ല ഞാൻ പറഞ്ഞത്. ഇന്ന് ACP കൊടുത്ത പരാതിയാണത്. അത് ആ ചർച്ചയിൽ അവർ വ്യക്തമാക്കിയതാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് അവർ കൂടിയിരുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ കൂടിയിരിക്കാറുണ്ടല്ലോ. പരാതി കൊടുക്കുന്നതിന് മുമ്പേ പ്രശ്നപരിഹാരത്തിനുള്ള ശ്രമം സാധാരണ നടത്താറുണ്ടല്ലോ. അതൊരു നാട്ടു നടപ്പാണ്. അത് പുതിയ കാര്യമൊന്നല്ലല്ലോ. അതിലെന്താണ് ക്രൈം?
ഒരു വിഷയത്തിൽ പരിഹാരത്തിന് ആളുകൾ കൂടിയിരിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ലേ? ആ വീഡിയോയിൽ വട്ടത്തിൽ ആളുകൾ കസേരയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ആളുകൾ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ട് വിചാരണയാണെന്ന്. അതെന്ത് വിചാരണയാണ്? വിചാരണയാണോ എന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അതൊരു ഫുൾ വേർഷൻ വീഡിയോ ഒന്നുമല്ല. അതിൽ താല്പര്യമുള്ള ആ വീഡിയോ ഏത് സോഴ്സിൽ നിന്നാണ് പുറത്തു വരിക? SDP-യുടെ ഓഫീസിൽ നടന്ന ഒരു മീറ്റിംഗിന്റെ ദൃശ്യങ്ങളല്ലേ താങ്കൾ ഉദ്ധരിക്കുന്നത്? അത് അവിടെ നിന്നാണല്ലോ പുറത്തു വരികയുള്ളൂ. അതിൽ SDP-ക്ക് ദോഷകരമാകുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന അബദ്ധ വിചാരണയൊന്നും അബദ്ധ ചിന്തയൊന്നും എനിക്കുണ്ടാകില്ല സാർ. അങ്ങനെയുള്ളൊരു വിചാരം നിങ്ങൾക്കുണ്ടാവില്ല. പക്ഷെ ആ യോഗത്തിൽ പങ്കെടുത്ത മുസ്ലിം ലീഗുകാരനില്ലേ, ആ യോഗത്തിൽ പങ്കെടുത്ത ഗ്രാമപഞ്ചായത്ത് മെമ്പറായ കോൺഗ്രസ്സുകാരില്ലേ, മരണത്തിന് കൊലപാതകത്തിന് എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നത്? അവരെന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത്? എന്തിനാ അവരെ അറസ്റ്റ് ചെയ്യുന്നത്? അവരെന്ത് കുറ്റാണ് ചെയ്തത്? ഞങ്ങൾ പറയുന്നത് ഈ കേസ് തന്നെ വ്യാജമായ കേസാണ്, അന്യായമായ അറസ്റ്റാണ്. ഇത് CPIM-ന്റെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതായത് 40 വയസ്സുള്ള സ്ത്രീ റഹീസ് എന്ന സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അവിടേക്ക് 3 പേർ എത്തുന്നു. അങ്ങനെ 3 പേർ എത്തി അവിടെ വിചാരണ നടക്കുന്നു. ഈ യുവാവിനെ തടഞ്ഞു വെക്കുന്നു, ബലം പ്രയോഗിച്ച് മൊബൈൽ ഫോൺ വാങ്ങുന്നു, ടാബ് അടക്കമുള്ളവ വാങ്ങുന്നു. പിന്നീട് ഒരു വലിയ വിചാരണയുടെ ഭാഗമായി അവരുടെ രക്ഷിതാക്കളെ അടക്കം ഒരു പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുന്നു. അതൊന്നും ഈ കേരളത്തിൽ ഒട്ടും പുതുമയുള്ള സംഭവമല്ല. അതിലൊന്നും ഒരു കുറ്റവും താങ്കൾ കാണുന്നില്ല എന്നാണ് പറയുന്നത്. ശ്രീ അഫ്സൽ, എന്താ